ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബോഷ് ഡിഷ് വാഷറിന് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിനൊരു എറർ കോഡ് കാണിക്കുന്നുണ്ട് E15 എന്ന്. അപ്പോൾ ആ എറർ കോഡ് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന്, അതിന്റെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഇത് സ്വിച്ച് ഓണാക്കുകയാണ്, കുത്തി ഓണാക്കി ഇനി നമ്മുടെ ഡിഷ് വാഷറിലേക്ക് നോക്കാം. അപ്പോൾ തന്നെ ഇവിടെ എറർ E15 എന്ന് വന്നിട്ടുണ്ട്. സംഭവം ഒന്നും ഓണാവുന്നില്ല, E15 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്വിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വന്നു. ശേഷം നമ്മൾ ഇത് ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ E15 എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലോട്ട് എടുത്ത് വെക്കാം. ഈ E15 എറർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഷ് വാഷറിൻ്റെ ഇതിന് ബേസിന് അടിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഈ E15 എറർ കോഡ് വന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിനകത്ത് കാണാം, ഇതിൽ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കായിട്ട് നോക്കുമ്പോൾ വെള്ളം കാണാം. ഈ വെള്ളം നമുക്കിതിന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. അപ്പോൾ നമ്മളിത് തിരിച്ചു വെക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് വെളിയിലോട്ട് എടുത്ത് തിരിച്ചു വെച്ചേക്കാം. എന്നിട്ട് നമ്മളിത് അടയ്ക്കുന്നു. ഇതിൻ്റെ അടിയിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഷ് വാഷർ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ടിൽറ്റ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ വെള്ളം പോകുന്ന പൈപ്പ് ഇങ്ങനെ താഴെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുക. പൈപ്പ് ഇങ്ങനെ താഴ്ത്തിട്ട് പൈപ്പ് താഴ്ത്തിട്ടതിന് ശേഷം ഇത് നമ്മൾ 45 ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യുക. അപ്പം അതിൽ കിടക്കുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി പ്ലഗൊക്കെ ഊരിയാണ്. ടിൽറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടിൽറ്റ് ചെയ്തിങ്ങനെ പിടിക്കുന്ന സമയത്ത് വെള്ളം ഒഴുകി പോകുന്ന സൗണ്ട് നമുക്ക്. അപ്പോൾ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ സൗണ്ട് നിന്നിട്ടുണ്ട്. അപ്പം വെള്ളം ഫുള്ള് ഒഴുകി പോകാൻ നമുക്ക് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് നേരെ വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ വെച്ച് ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഇനി എറർ കോഡ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ എല്ലാം കറക്റ്റായി. ഓക്കെ, എറർ കോഡ് മാറിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ നോർമൽ വർക്കിംഗ് കണ്ടീഷനിലായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നിസ്സാരമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. ആരും ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, പ്രശ്നം പരിഹരിക്കും.